ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് വരും ദിവസങ്ങളിൽ കയറാൻ സാധ്യതയുള്ള രണ്ട് ഷെയർസ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവരോ ഇൻവെസ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ, റിലേറ്റീവ്സോ ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഇതൊരു ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഒരു നല്ല മനസ്സിന് ഉടമാകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ SMS ഫാർമസ്യൂട്ടിക്കലാണ്. അപ്പോൾ SMS ഫാർമസ്യൂട്ടിക്കൽ എന്ന ഷെയറിൻ്റെ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചാനൽ. ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. SMS ഫാർമ, അവിടെ അത് കാണുന്നില്ല. SMS ഫാർമ. അപ്പോൾ ഇവിടെ കണ്ട നമുക്ക് കാണാനറിയാം SMS ഫാർമ. SMS ഫാർമനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ സമയത്ത് ബൈ ചെയ്യാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 200 രൂപ വരെ ടാർഗറ്റ് വരുന്നുണ്ട്. ലോ റിസ്ക് ആണ്. ലോ റിസ്കിൽ 200 രൂപ ടാർഗറ്റ് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അത് മേടിക്കാമായിരുന്നു. അത് 200 വരെ ഏകദേശം എത്തിക്കണ്ട. ഇപ്പോഴത്തെ റേറ്റ് അത്ര വരെ വരും. പക്ഷെ ഇപ്പോഴും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അന്ന് മേടിച്ചവരോ അല്ലെങ്കിൽ SMS ഫാർമ മുന്നേ മേടിച്ച് കയ്യിലുള്ളവരോ ഉണ്ടെങ്കിൽ ദയവായി ഹോൾഡ് ചെയ്യുക. വിൽക്കാറായിട്ട് സമയമായിട്ടില്ല. പുതിയ ബൈ എൻട്രീനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ സംസാരിക്കാം. അപ്പോൾ ഇതാണ് SMS ഫാർമര ഇപ്പോഴത്തെ ചാർട്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഇൻട്രാഡേ ചാർട്ട്. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കുറച്ച് ഒരു 5-6 ദിവസമായിട്ട് എവിടേക്ക് ഒരു ദിശ അറിയാതെ ഇത് നിൽക്കുകയാണ്. കയറിയിട്ട് ഒരു പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് SMS ഫാർമ. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഗതി ഏകദേശം നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതകൾ. നമുക്ക് ഒരു ബൈ എൻട്രി പോസിബിൾ ആണെന്നുള്ളത് ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഏകദേശം ഒരു 195 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു ബൈ എൻട്രിക്ക് നമുക്കിപ്പോൾ നിലവിൽ സാഹചര്യമുള്ളൂ. അതായത് ഇവിടെ 195 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട്, ഒരു സിംഗിൽ വ്യത്യസ്ത രീതിയിലുള്ള ട്രേഡിങ് പാറ്റേൺസ് ആണ് ഈ ഷെയറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു സിംഗ് റേഞ്ചിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഒരു 10%. പക്ഷേ നമ്മൾ ഈ റേഞ്ച് ഉണ്ടല്ലോ, ഈ റേഞ്ചിൽ കൃത്യം സ്റ്റോപ്പ് ലോസ് നമ്മൾ പാലിക്കണം. അതായത് ഈ 160 റേഞ്ചിൽ കൃത്യം സ്റ്റോപ്പ് ലോസ്. കാരണം ആ 160 റേഞ്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ. അപ്പോൾ ആ റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് പാലിച്ചുകൊണ്ട് നമുക്ക് ഏകദേശം 195 മുകളിൽ ക്ലോസിംഗ് ആണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിയിൽ പറയും സ്വിംഗ് എൻട്രി, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ്. ഇനി നമുക്ക് വീക്കിലേക്ക് പോയി നോക്കാം. എന്താണ് വീക്കിലിയിൽ ഈ ഷെയറിന് കാണാൻ പറ്റുന്ന വസ്തുത. വീക്കിലിയും നമ്മൾ നോക്കുന്നുണ്ട്, മന്ത്ലിയും നോക്കണം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ വ്യക്തമായിട്ട് കാണുക, കാര്യങ്ങൾ പഠിക്കുക, ഗ്രഹിക്കുക എന്താണ് ചാർട്ട് പാറ്റേണിൽ വന്നത്. അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ഒരു 200-ലൊരു റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ഉണ്ട്. പക്ഷെ ആ റെസിസ്റ്റൻസ് ഏരിയ കയറില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് മിക്കതും ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എൻട്രി വരുന്നത് വീക്കിലി ബേസിൽ, അതായത് കുറച്ചും കൂടി പീരീഡ്, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിൽ ഇൻവെസ്റ്റേഴ്സിനുണ്ടെങ്കിൽ നമുക്കുള്ളത് 200-ന് മുകളിൽ എൻട്രി ചെയ്താൽ മാത്രമേ 200-ന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു എൻട്രി ഉള്ളൂ. വീക്കിലി നോക്കുന്ന ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ 200 മുകളിൽ ക്ലോസ് ഉണ്ടെങ്കിൽ അവനൊരു എൻട്രി ഇവിടെ പരിഗണിക്കും. കാരണം അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നോക്കിയാൽ ഫണ്ടമെൻ്റൽ വ്യൂ ഒന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1573 കോടിയുടെ സ്റ്റോക്ക് പി, കുറച്ച് ഉയർന്ന് നിൽക്കുന്ന സ്റ്റോക്ക് പിയാണ്. ROC അത്ര ഒരു ഗുണകരമല്ലാത്ത ഒരു ROC ആണ്. പക്ഷേ നമ്മൾ താഴേക്ക് വന്നിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് ക്വാർട്ടറിൽ 2023 ഡിസംബർ ക്വാർട്ടറാണ് ഇത്. 161 കോടി പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിസംബർ 22-ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 149 ഉള്ളൂ അതിൻ്റെ സെയിൽസ്. അപ്പോൾ അവിടെ ഒരു
ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് സെയിൽസിൽ. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റിലും നമുക്ക് നോക്കിയാലാണ് 12 കോടിയാണ് ഇവിടെ പ്രോഫിറ്റ് നേടിയിട്ടുള്ളത്. അതായത് ഈ ക്വാർട്ടറിൽ, കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ഡിസംബർ 22 നോക്കുമ്പോൾ 5 കോടിയുടെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇരട്ടിയിൽ കൂടുതൽ പ്രോഫിറ്റ് ഇവിടെ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നോക്കിയപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റിൽ ഒരു വളർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിന് മുകളിലൊരു ക്ലോസിങ് വന്നാൽ നമുക്കൊരു ബൈ എൻട്രി ആണ് വീക്കിലി. മറ്റുള്ളവർക്കിടയിൽ സിംഗിളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലെവൽസ്, 2 ലെവൽസും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കയ്യിലുള്ളവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. 160 താഴെ ഇത് നമ്മൾ ഈ പറഞ്ഞ റേഞ്ച്, അതായത് ഇൻട്രാഡേയിൽ നമ്മൾ കാണിച്ച ആ റേഞ്ച്, അതായത് ഇവിടെ പോസ് ചെയ്ത ആ റേഞ്ച് ആണല്ലോ, അത് താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്കിത് വിറ്റ് മാറുന്ന രീതിയിൽ വേണം ഇത്. കാരണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ ഇങ്ങനെ ഒരു റെഡ് കാൻഡിൽ വന്ന് താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ വെച്ചിട്ട് മാറുന്നതായിരിക്കും. അതായത് പാറ്റേൺ, അതായത് ഗ്രാഫിക് പാറ്റേൺ മാറുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു SMS ഫാർമയിൽ കണ്ട കാര്യങ്ങൾ. നമ്മുടെ അടുത്ത ഷെയറാണ് ടൈം ടെക്നോപ്ലാസ്റ്റ്. 250 രൂപയുടെ ഇപ്പോൾ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ്. ഇതാണ് ടൈം ടെക്നോപ്ലാസ്റ്റിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ. വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പോസ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണിത്. നമ്മളുടെ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് 240 മുകളിൽ വീക്കിലി ക്ലോസിങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നതാണ്. നമുക്ക് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിലാണ്. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് 195 നമ്മളെ ഇത് ഇവിടുത്തെ ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്. 195 SL ഇടേണ്ട പോയിന്റ് 195. ഇത്രയുമാണ് ഇതൊരു വീക്കിലി ക്യാൻഡിലിൻ്റെ വീക്കിലി നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ. ഇനി നമുക്ക് ഇതിൽ മന്ത്ലി ക്യാൻഡിലിൻ്റെ മന്ത്ലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇതാണ് മന്ത്ലി വ്യൂ. നമ്മൾ നോക്കുമ്പോൾ ഒരു ഡബിൾ ടോപ്പ് ഫോർമേഷനാണ് ഏകദേശം വന്നിട്ടുള്ളത്. നമുക്കിവിടെ 2-3 ക്യാൻഡിലും കൂടി ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്നിട്ട് ഇത് കയറുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഗ്രോത്ത്, അതായത് വളർച്ച, മുകളിലേക്കുള്ള കയറ്റത്തിന് ഇത് നല്ലൊരു ആക്കം കൂട്ടും. അതായത് ഇവിടെ ഒരു 2-3 മാസം കൂടി ഈ കൺസോളിഡേഷൻ റേഞ്ചിൽ നിന്നിട്ട് ഇത് കയറുകയാണെങ്കിൽ 240 മുകളിൽ കണ്ടോ, ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് 240 മുകളിലൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഇത് കുതിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ടൈം ടെക്നോപ്ലാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ. അപ്പോൾ കൃത്യമായ ലെവൽസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഇതൊരു വാച്ച് ലിസ്റ്റിൽ ഇടുക, ലെവൽസ് എല്ലാം മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ കാണിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.